ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഈ വർഷം റിലീസായ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത സെക്ടർ 36 എന്ന സിനിമയാണ്. സിനിമ അത്രയധികം ഡിസ്റ്റർബിംഗ് ആണ്, ബ്ലഡ് ബാത്ത് ആണ്. നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. മനസ്സിന് അത്ര കട്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സിനിമയാണ്. നമ്മൾ നേരത്തെ ഒരു സിനിമ കണ്ടിരുന്നല്ലോ, ഇന്ത്യയിൽ സംഭവിച്ച മറ്റേ സെൻസസ് എടുക്കാൻ പോയ ടീച്ചർമാർക്ക് സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ്, വെൽക്കം ഹോം. ആ സിനിമയെക്കാളും ഒത്തിരി ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ക്ലിയർലി ബ്ലഡ് ബാത്ത് ആണെന്ന് തന്നെ പറയാം. ഒരുപാട് ഇടങ്ങളിൽ ബ്ലഡൊക്കെ കാണിക്കുന്നുണ്ട്. അതും ആ സൈക്കോ തരത്തിലോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര അതിൻ്റെ എക്സ്ട്രീം വേർഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ ഒരു വിഭാഗത്തിന് എല്ലാ പരിഗണനയും കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നുള്ള ഒരു ക്ലിയർ എക്സാമ്പിളാണ് ഈ സിനിമയും. സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ തല തിരിഞ്ഞു കിടന്ന് ടി വിയിലൂടെ കോടീശ്വരൻ പരിപാടി കാണുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇദ്ദേഹത്തിന്റെ പേരാണ് പ്രേം. പ്രോഗ്രാമിൽ ഹോസ്റ്റ് മത്സരാർത്ഥിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഈ വ്യക്തി അതിന് കറക്റ്റ് ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രോഗ്രാമിന്റെ കടുത്ത ആരാധകനാണ്. സ്ഥിരമായി മുടങ്ങാതെ ഈ പ്രോഗ്രാം കാണാറുണ്ട്. ഇത് വർഷം 2005 ഡൽഹി. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേമിന്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നു. ഫോണിരിക്കുന്ന അവിടെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ ഫോട്ടോയും വെച്ചിരിക്കുന്നത് കാണാം. ഭാര്യയും മകളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. വീട്ടിൽ നിന്ന് കുറേ ദൂരം മാറി ഇപ്പോൾ ഈ ഡൽഹിയിലും മറ്റൊരാളുടെ വീട്ടിൽ, ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുവാണ് പ്രേം. പ്രേമിനെ ഫോൺ ചെയ്തത് ആളുടെ വീട്ടിൽ നിന്ന് ഭാര്യയാണ്. ഭാര്യയോട് വളരെ സ്നേഹത്തിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇത്രയും ദൂരെ ഒരു സ്ഥലത്ത് മാറി നിന്ന് ജോലി ചെയ്യുന്നതല്ലേ, വീട്ടിലോട്ട് സ്ഥിരം പണം കൊടുത്തു വിടാറുണ്ട്. അവിടുത്തെ ചിലവുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കണം. മകളുടെയും ഭാര്യയുടെയും ആരോഗ്യത്തെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴും കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ പറയുന്ന ലവിങ് ആയിട്ടുള്ള കെയറിംഗ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് തന്നെയാണ് പ്രേം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ച് പുള്ളി നേരെ ഒരു ബാത്റൂമിലേക്ക് കയറി ചെന്നു. അപ്പോഴാണ് നമുക്ക് കാണിച്ചിരുന്നത് അവിടെ ഒരു പെങ്കുച്ചിനെ കൊന്നിട്ടേക്കുന്നു. ആൻഡ് ഈ പ്രേം ഇപ്പം അങ്ങോട്ട് ചെന്ന് ഒരു കത്തിയെടുത്ത് ആ പെങ്കുച്ചിന്റെ ശരീരം വെട്ടിമുറിക്കുവാണ്. ഇത്രയും നേരം ഉണ്ടായിരുന്ന ഒരു മൂഡല്ല ഇത്. സമാധാനമായിട്ട് ആ ഒരു കാം മ്യൂസിക് ഒക്കെ ആയിട്ട് നിന്ന സിനിമ പെട്ടെന്ന് മൂഡ് അങ്ങ് മാറി. അവളുടെ ബ്ലഡ് ക്ലോസറ്റിലൂടെ ഒഴുകി അങ്ങനെ പോകുമ്പോൾ അവിടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു സെക്ടർ 36. കട്ട് ചെയ്താൽ ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനെയാണ് പിന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് കാണിച്ചു തരുന്നത്. അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. സംസ്കൃതവും മാത്സുമാണ് സബ്ജക്ട്. അച്ഛന്റെ ഫോട്ടോയുടെ ഒപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റ് 2 ഫോട്ടോസ് കണ്ടില്ലേ? ഒന്ന് ദൈവങ്ങളുടെ ഫോട്ടോസ് ആണ്, മറ്റൊന്ന് ഐസക് ന്യൂട്ടന്റെ ഫോട്ടോ ആണ്. 1686 സർ ഐസക് ന്യൂട്ടൺ വേൾഡിലെ എല്ലാത്തിനെയും അഫക്ട് ചെയ്യുന്ന ഒരു അടിസ്ഥാന തത്വം, ഒരു ഫണ്ടമെന്റൽ മന്ത്ര കണ്ടുപിടിച്ചു ഓർ പ്രൊപ്പോസ് ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നിയമം, മൂന്നാമത്തെ ചലന നിയമം. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സ്കൂൾ ടൈമിൽ പഠിപ്പിച്ചതിൽ ഇതുവരെ മറന്നുപോയിട്ടില്ലാത്ത വളരെ ചുരുക്കം കാര്യങ്ങളിലൊന്ന്. അച്ഛനെ പറ്റിയും ഐസക് ന്യൂട്ടനെ പറ്റിയൊക്കെ ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് രാം ചരൺ പാണ്ഡെ. ഈ നാട്ടിലെ ഇൻസ്പെക്ടറാണ്. ഇദ്ദേഹം രാവിലെ സ്റ്റേഷനിൽ പോകാൻ തയ്യാറാവുന്നു. ഇദ്ദേഹത്തിന്റെ മകളും സ്കൂളിൽ പോകാൻ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുവാണ്. ഭാര്യ രണ്ടാൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അദ്ദേഹം മകളെയും കൊണ്ട് സ്കൂളിലേക്ക് പോയി. ദെൻ അവിടുന്ന് സ്റ്റേഷനിലേക്കും. നേരത്തെ ന്യൂട്ടന്റെ 3rd ലോയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് രാംചരൺ പാണ്ഡെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻസിനെയും പ്രധാന അധികാരങ്ങളിൽ ഇരിക്കുന്ന ആളുകളെയും ഒന്നും എതിർക്കാൻ പോരുത്. അവർ പറയുന്നത് അക്ഷരം പ്രതിയും കേട്ടേക്കണം. ഇല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻ വലുതായിരിക്കും. അത് നമ്മൾ താങ്ങൂല. രാവണൻ സീതയെ കടത്തിക്കൊണ്ട് പോയപ്പോൾ സംഭവിച്ച പോലെ ഇരിക്കും. മൊത്തം പണ്ടാറടങ്ങി പോകും. സോ കിട്ടാവുന്ന മാക്സിമം കൈക്കൂലി മേടിക്കുക, ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കുക, സാധാരണക്കാരുടെ കേസുകൾ അന്വേഷിക്കാതിരിക്കുക, അധികാരി വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ഒട്ടുമിക്ക ആളുകളെ പോലെയൊക്കെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അത്രയൊക്കെ തന്നെ. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കയറിയപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഒരു കോക്രോച്ചിനെ കണ്ടു, ഒരു പാറ്റെ. അങ്ങനെ ഷൂ ഉപയോഗിച്ച് അതിനെ ചവിട്ടി കൊന്നു കളഞ്ഞു. പാറ്റകളൊക്കെ എത്ര മൂത്താലും നമ്മുടെ ഷൂയെ ജയിക്കുള്ളൂ എന്ന് ഡയലോഗ് അടിയും. ഇങ്ങനെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു പാവ മനുഷ്യനെ നോക്കിയാണ്. ഈ വ്യക്തിയുടെ മകളെ കാണാതായി കുറേ നാളായി. ഇതുവരെ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. ആരോപണം ഒന്നുപോലും പറയാൻ പറ്റത്തില്ല. ഈ പാവ മനുഷ്യൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, സാർ എങ്ങനെയെങ്കിലും എൻ്റെ മകളെ കണ്ടുപിടിച്ച് തരണം, നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കുക, നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ രാംചരൺ പാണ്ഡെ സാധാരണ പോലെ ഞങ്ങൾ അന്വേഷിച്ചോളാം, തൻ്റെ ഒരു കാര്യം ചെയ്താ തൻ്റെ മകളുടെ പോസ്റ്റർ ഇതിനകത്തുണ്ട്, അതവിടെ കൊണ്ട് ഒട്ടിച്ചേക്ക്. ഈ നാട്ടിൽ ഇത് എത്രാമത്തെ മിസ്സിംഗ് കേസാണ്? ഒരുപാട് മിസ്സിംഗ് കേസ് ഈ നാട്ടിലുണ്ടാകുന്നുണ്ട്. ഇവിടുന്ന് പിള്ളേർ പോകുന്നതൊക്കെ സാധാരണ കാര്യമാണ്. ഇതിൻ്റെ എല്ലാം പുറകെ പോകാൻ ആകെ പോയി ഇത്രയും പോലീസുകാരും ഉണ്ട്. എന്തായാലും നമ്മൾ അന്വേഷിക്കും, നിങ്ങൾ അതുകൊണ്ട് ഒട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ തിരിച്ചയച്ചു. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാശും കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈക്കൂലി കിട്ടിയ പണം ഇരിക്കുമല്ലേ, എത്ര വേണേ കൊടുക്കാമല്ലോ. സ്വന്തം മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആ ആദിയിൽ വന്ന അച്ഛന് കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്ന ഇൻസ്പെക്ടറെ പാവം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം വളരെ വിഷമത്തോടെ തന്റെ മകളുടെ മിസ്സിംഗ് പോസ്റ്റർ ആ സ്റ്റേഷനിൽ വീണ്ടും കൊണ്ട് ഒട്ടിച്ചു വെച്ചു. ഇൻസ്പെക്ടർ പാണ്ഡെ പറഞ്ഞ പോലെ മിസ്സിംഗ് കേസുകൾ ഇവിടെ സാധാരണമാണ്. ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. ദേ കണ്ടില്ലേ കുറേ പോസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കുട്ടികൾ. പോലീസ് ഇതിൽ കാര്യമായിട്ട് അന്വേഷണം നടത്താറില്ല. കാരണം ഈ കുട്ടികളൊക്കെ സാധാരണക്കാരുടെ കുട്ടികളാണ്, വലിയ പണക്കാരൻ്റെയോ അധികാരമുള്ളവൻ്റെയോ കുട്ടികളല്ലല്ലോ. സോ ഇവരുടെ അന്വേഷണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ പോസ്റ്ററിൽ കണ്ട കുട്ടി ആരാണെന്ന് മനസ്സിലായോ? കഥയുടെ തുടക്കത്തിൽ പ്രേം ഒരു പെൺകുട്ടിയെ വെട്ടിമുറിക്കുന്നത് കണ്ടില്ലേ, അതേ ആള് തന്നെ. അദ്ദേഹത്തിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നതും വെട്ടിമുറിച്ചതും ഒക്കെ പ്രേം തന്നെ. ദെൻ ഈ പ്രദേശത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കളിക്കിടെ ബോൾ തെറിച്ച് ഓടയിൽ വീണു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന അലി എന്ന പയ്യൻ ബോൾ എടുക്കാൻ ചെന്നു. എന്നാൽ ബോൾ എടുക്കുന്നതിന് പകരം അവൻ അതിനകത്തുനിന്ന് ഒരു കൈയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. കാഴ്ചയിൽ മനുഷ്യന്റെ കൈ പോലൊക്കെ തന്നെയുണ്ട്. ഇപ്പൊ എല്ല് മാത്രമാണ് ബാക്കി. പോലീസിനെ വിവരം അറിയിച്ചു. അവർ വന്നിട്ട് ഇത് മനുഷ്യന്റെ കൈയാണെന്ന് മാത്രം പറയുന്നില്ല, കുരങ്ങന്റെ കൈയാണോ മറ്റേതെങ്കിലും
ഏതെങ്കിലും ആനിമലിന്റെ കൈയാണോ എന്നാണ് അവരുടെ ഡിസ്കഷൻ. ഇൻസ്പെക്ടർ പാണ്ഡെയും സ്ഥലത്ത് വന്നു, എല്ലാം കണ്ടു, മനസ്സിലാക്കി. ഇതിൽ സീരിയസ് ആയിട്ടൊരു അന്വേഷണം തുടങ്ങാൻ പോലും പുള്ളിക്കാരൻ ഉദ്ദേശമില്ല. ഈ കൈ കണ്ടുപിടിച്ച പയ്യന് അലിക്ക് കുറച്ച് പൈസ കൊടുത്തു അവനെ അനുമോദിച്ചു. ആഹാ, അറ്റ്ലീസ്റ്റ് ഇതൊരു മനുഷ്യന്റെ കൈയാണോന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും അങ്ങനെ തയ്യാറാവുന്നില്ലെന്നുള്ളതാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ബാൽബീർ സിംഗ് ബാസി. അയാളുടേതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വീടും. അയാളുടെ വീട്ടിലെ വേലക്കാരനാണ് പ്രേം. പ്രേം അയാളുടെ വീട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ട്. ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഇങ്ങനെയുള്ള പാണ്ഡെയൊക്കെ കാണുമ്പോൾ ഇവൻ എന്തെന്നില്ലാത്ത സന്തോഷം. ഇവൻ എത്ര പേരെ കൊന്നാലും എന്തൊക്കെ ചെയ്താലും ഇവർ അന്വേഷിക്കത്തില്ലെന്നുള്ള ഒരു കോൺഫിഡൻസ് അവന് കിട്ടുന്നുണ്ടല്ലോ. ഒരു സൈക്കോയ്ക്ക് ഇനി എന്താ വേണ്ടത്? അന്നേ ദിവസം രാത്രി ഈ കൈ കണ്ടുപിടിച്ച അലിയില്ലേ, അവനെ അവന്റെ വീട്ടുകാർ മുട്ട വാങ്ങാൻ പറഞ്ഞു വിടും. രാത്രി സമയം ഇങ്ങനെ ചെക്കൻ പോകുന്ന സമയത്ത് വഴിയരികിൽ ഒരാൾ ഇരുന്നിട്ട് ഇവനെ ചോക്ലേറ്റ് കാണിച്ച് അടുത്തോട്ട് വിളിക്കും. പയ്യൻ ആഗ്രഹത്തിന്റെ പുറത്ത് അടുത്തോട്ട് ചെല്ലും. അയാൾ ഒരു ചോക്ലേറ്റും കൂടി എടുത്ത് കാണിക്കും. ചോക്ലേറ്റ് കണ്ട് അലി അവിടെ തന്നെ നിൽക്കുമ്പോൾ അയാൾ ആ ചോക്ലേറ്റ് 2 വലിക്ക് കൊടുത്തു. എന്നിട്ട് ചെക്കനെ പിടിച്ചെടുത്തുകൊണ്ട് പോയി. കൊണ്ടുപോയതാരാണെന്ന് മനസ്സിലായല്ലോ, പ്രേമാണ്. പ്രേമിന്റെ അടുത്ത ഇരയാണ് അലി. ബാൽബീർ സിംഗ് ബാസിയുടെ വീട്ടിൽ കൊണ്ടുവന്ന അലി അങ്ങനെ പിടിച്ചു കിട്ടിയിട്ടിരിക്കുമ്പോൾ അലി ഇവനോട് പറയുന്നുണ്ട്, അവന്റെ കെട്ടഴിച്ചു വിട്, ഇല്ലെങ്കിൽ അവൻ ഈ കാര്യങ്ങളൊക്കെ അവന്റെ അച്ഛനോട് പറയും. അവന്റെ അച്ഛൻ്റെ അടുത്ത് ഗണ്ണുണ്ട്, അദ്ദേഹം ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന്. അലിയുടെ അച്ഛൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. ഉടനെ പ്രേം, ശരിക്കും നിന്റെ അച്ഛൻ്റെ അടുത്ത് ഗണ്ണുണ്ടോ? മോനെ, എന്നാ പിന്നെ ഇക്കാര്യം നീ അച്ഛനോട് പറയല്ലേ. നിന്റെ അച്ഛൻ എങ്ങനെ ഇക്കാര്യം പറഞ്ഞാൽ ഞാൻ ചത്തു, അത്ര തന്നെ, അയാൾ എന്നെ കൊല്ലും, ഉറപ്പാ. അല്ല മോനെ, എന്താ നിന്റെ പേര്? പയ്യൻ അലി എന്ന് പറഞ്ഞു. അലി, ആ ആ ആ പിന്നെ മോനെ, നീ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങൾ അത് സിനിമയിൽ മാത്രം നടക്കും കേട്ടോ. എവിടെ ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? കുറച്ച് നേരം ഞാൻ നിന്റെ കൂടെ കളിക്കും, എന്റെ ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ ഞാൻ നിന്നെ അങ്ങ് ഉറക്കും. 2-3 ദിവസം നിന്റെ വീട്ടുകാർ നിന്നെ തേടും. മേ ബി അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അവരും കുറച്ചാൾ നിന്നെ പറ്റി അന്വേഷിക്കും. ദെൻ ആ ഒരു കേസ് അങ്ങ് ക്ലോസ് ചെയ്യും. നിന്റെ വേണ്ടപ്പെട്ടവരൊക്കെ കുറച്ച് നാൾ നിന്നെ ഓർത്ത് വിഷമിക്കും. പതിയെ പതിയെ അവരും അതങ്ങ് മറക്കും. ദെൻ നിന്റെ അച്ഛൻ അമ്മയുടെ പുറത്ത് കയറും. നിന്നെ പോലെ പുതിയൊരു അലി ഉണ്ടാവും. അവനും വളരും. അവനും ക്രിക്കറ്റ് കളിക്കും. രാത്രി മുട്ട വാങ്ങാൻ കടയിലൊക്കെ പോവും. അവനും അവൻ്റെ അച്ഛനെ പോലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആവാൻ ആഗ്രഹിക്കും. അങ്ങനെ അങ്ങനെ അവനും വളർന്നു വലുതായി. അവനും ഭാര്യയൊക്കെ ആവും. അവനും കുട്ടികളാവും. അങ്ങനെ അങ്ങനെ കുറേ അലിമാർ ഇവിടെ ഉണ്ടാവും. ഈ കഥയിൽ നീയും ഉണ്ട്. നിന്റെ ഫോട്ടോ ചുമരിൽ തൂക്കിയിട്ടുണ്ടാവും. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അവർ ആ ഫോട്ടോയും എടുത്ത് കളയും. ഇത്രത്തോളം മീനിങ്ലെസ് ആണ് നിന്റെ ലൈഫ്, ഒരർത്ഥമില്ലാത്ത ജീവിതം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലിയുടെ കയ്യിൽ കിട്ടിയിരുന്ന കെട്ടഴിച്ച് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവനെ പിടിച്ച് ഭിത്തിയിലോട്ട് ഒറ്റയടി. അലി കൊല്ലപ്പെട്ടു. ഇനിയിപ്പോൾ പ്രേം എന്താ ചെയ്യാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവന്റെ ശരീരം വെട്ടിമുറിച്ച് പീസാക്കി കൈയും കാലും ഒക്കെ അടുത്തുള്ള ഓടകളിൽ കൊണ്ടുപോയി തള്ളും. അവിടുന്ന് കെട്ടിയതാൽ 23 വർഷങ്ങൾക്ക് മുമ്പ് ചാമ്പ എന്ന സ്ഥലത്ത് നടന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കുട്ടിയാണ് പ്രേം. പ്രേം ആ സമയത്ത് അവന്റെ അങ്കിളുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. പുള്ളിക്കാരന്റെ വിയേർഡായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും പ്രേമിനെ യൂസ് ചെയ്തിരുന്നു. മേ ബി പുള്ളിക്കാരൻ ഒരു ഗേ ആയിരുന്നിരിക്കാം. ഇങ്ങനെയുള്ള ഒത്തിരി കഥകൾ നമ്മൾ ഇന്ത്യൻ ഫോക്ലോറിൽ കേട്ടിട്ടുണ്ടല്ലോ. ചില സീരീസുകളിലും ചില കഥകളിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയുള്ള ആളുകളൊന്നുമില്ല, ഇതൊരു മനോരോഗമാണെന്ന് വാദിക്കുന്ന 6th സെഞ്ചുറി ആളുകളെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ, ഇവിടെ പ്രേമിന്റെ അങ്കിളിന് ഒരു ഇറച്ചി വിട്ട് കടയാണുള്ളത്. ആ കടയിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ് പ്രേം. പ്രേമിനെ ഇയാൾ ആ തരത്തിലും യൂസ് ചെയ്യാറുണ്ട്. അയാളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട്. പ്രേമിന് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഒരിക്കൽ അയാൾ ഇവനെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഇരുന്ന് കത്തിയെടുത്ത് അയാളുടെ കാലിനിട്ട് ഒറ്റ വെട്ട്. അവിടെ നിന്നായിരുന്നു എല്ലാ അതിൻ്റെയും തുടക്കമെന്ന് പറയാം. അവന്റെ അങ്കിളുടെ ശരീരം ആ സകലം വെട്ടിമുറിച്ച് അയാളെ അവിടെ വെച്ച് തന്നെ ഇല്ലാണ്ടാക്കി. അന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്കിളിനെ വെട്ടി. പിന്നെ എങ്ങനെയോ അവന്റെ മനസ്സിൽ ഇതൊക്കെ കയറിക്കൂടി. ആളുകളെ കൊല്ലുന്നതും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ കൊല്ലുന്നതും അവരെ വെട്ടിയറിയുന്നതും അതെല്ലാം അങ്ങ് നോർമലൈസ് ചെയ്യപ്പെട്ടു പോയ അവസ്ഥ. അവന്റെ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണയാണ്, ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ആയിപ്പോയൊരവസ്ഥ. പ്രേമിന്റെ ചെറുപ്പത്തിൽ അവന്റെ അങ്കിൾ അവനെ ഉപദ്രവിക്കുന്ന സമയത്ത് മറ്റാരും ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ പുള്ളി റേഡിയോയുടെ സൗണ്ട് കൂട്ടി വെക്കുമായിരുന്നു. ഇപ്പൊ പ്രസന്റിൽ നമ്മുടെ പ്രേമം ഓരോ ആളുകളുടെ ശരീരം ഇങ്ങനെ വെട്ടിമുറിക്കുമ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ റേഡിയോ സൗണ്ടൊക്കെ കൂട്ടി വെക്കും, പുറത്ത് ശബ്ദം കേൾക്കാതിരിക്കാൻ. ഇങ്ങനെ ഒത്തിരി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും സിനിമയിൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ പ്രേം ഇവിടെ വീട്ടിൽ മീറ്റൊക്കെ വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പയ്യന്റെ ബോഡിയല്ല, ബീഫാണെന്ന് തോന്നുന്നു. ഈ വീട്ടുടമസ്ഥനും ഇവിടുത്തെ ആളുകൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇന്നേരം ചോട്ടാലാൽ എന്നൊരു വ്യക്തി ഇവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കോൾ എടുക്കുന്നില്ല, പകരം ഫ്രിഡ്ജിലിരുന്ന ഒരു പാക്കറ്റ് എടുത്ത് വീടിന് പുറത്ത് ചെയ്യുന്നു. ഇതാണ് ചോട്ടാലാൽ. എന്താടേ താമസിച്ചേ? കോടീശ്വരനെ കണ്ടോണ്ടിരുന്ന? ഓ, പണ്ടാരം പിടിച്ച ഷോ. ഒരു കഴിവില്ലാത്ത കുറച്ചെണ്ണത്തിനെ വിളിച്ചു വരുത്തി കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മളോടൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴേ കോടീശ്വരനായതിനും. എങ്ങനെയെങ്കിലും ആ ഷോയിൽ കയറാൻ എത്ര നാളായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയോ? ചുമ്മാ ഒരുമാതിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയാത്ത പൊട്ടന്മാരെ വിളിച്ചു വരുത്തി ഓരോ ഷോ. എന്നെ എങ്ങനെ വിളിച്ചാൽ മിനിമം 50 ലക്ഷം രൂപയെങ്കിലും ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കും. എന്ത് 50 ലക്ഷമോ? അല്ല, ഇത്രയും പണം വെച്ച് നീ എന്ത് ചെയ്യാനാ? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? ഇതേ ചോദ്യം ഈ കാശുകാരോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. അവരുടെ കയ്യിൽ ഒത്തിരി പണം ഉണ്ടല്ലോ. അവർ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാൻ അറിയാം എന്ന് പ്രേം എടുത്തുകൊണ്ട് വന്ന ബോക്സ് ചോട്ടാലാലിന് കൊടുത്തു. പുള്ളി അതിന്റെ ഓപ്പണിംഗ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് തുറന്നു നോക്കി. ആ കൊള്ളാലോ, ഫ്രഷ് ആയിട്ടുണ്ടല്ലോ. ഉമാർ ഇത്രയും നേരം കാഷ്വലായിട്ട് സംസാരിച്ച് ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടത് കൈമാറി ഈ പെട്ടിക്കകത്ത് എന്താണെന്നോ? അലിയുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അവന്റെ ശരീരം വെട്ടിമുറിച്ച് മീറ്റ് കഷ്ണങ്ങളാക്കി അത് വിൽക്കുവാണ്. അത് വിറ്റ് കാശുണ്ടാക്കുവാണ് പ്രേം. ഇതിനും ആവശ്യക്കാരുണ്ടെന്നേ. ആളുകൾ ഇത്രയൊക്കെ വിയേർഡാണെന്നേ. ഇൻസ്റ്റാഗ്രാമിലുള്ള ചില പോപ്പുലർ എന്നാൽ അൺപോപ്പുലർ ആയിട്ടുള്ള ചില ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കിയാൽ മതി. അവരൊക്കെ എന്തൊക്കെ വിറ്റാണ് കാശുണ്ടാക്കുന്നതെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓക്കാനം വരും. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് വിയേർഡായിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രേം ചെയ്ത പോലെ കുട്ടികളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവൻ വെട്ടിമുറിച്ച് വിൽക്കും. കൈയും കാലും ആണെന്നുണ്ടെങ്കിൽ വല്ല ഓടയിലും കൊണ്ട് തള്ളും. ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് വിൽക്കാൻ വേണ്ടി ആരും അങ്ങനെ തുറന്നു നോക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. ഇവൻ ജോലി ചെയ്യുന്നത് ബാൽബീറിന്റെ വീട്ടിലായതുകൊണ്ട് പോലീസൊന്നും ഇങ്ങനെ കയറി കാര്യമായി ഇവിടെ പരിശോധന നടത്താറില്ല. ബാൽബീർ സിംഗ് ബാസിക്ക് പണമുണ്ട്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമായിട്ട് നല്ല ബന്ധവുമുണ്ട്. സോ ഈവൻ പോലീസിന് ഇങ്ങരുടെ വീട്ടിൽ വരണമെങ്കിൽ പെർമിഷൻ ചോദിക്കേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടും പ്രേമിന് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം തന്നെ. നിലവിൽ ബാൽബീർ സിംഗ് ബാസി ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ്. അവിടെ വെച്ച് കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു ഫോൺ വരുന്നത്. അന്നേരമാണ് നമുക്ക്
നമുക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതായത് പ്രേം അങ്ങ് ഡൽഹിയിലെ ഇങ്ങേറെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പുള്ളിക്കാരനും അറിയാവുന്നേ. ഇങ്ങേറെ സമൂഹത്തോടും അറിവോടും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കുട്ടികളുടെ ശരീരം വിറ്റ് കിട്ടുന്ന പൈസ ഇയാളുടെ ലാഭമാണെന്ന് ഇങ്ങനെ മൈൻഡ് സെറ്റുള്ള ഇങ്ങേർക്ക് ഇങ്ങനെയും കാശുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഇങ്ങേർക്ക് പറ്റിയ ആളെ തന്നെ കിട്ടി. ഇയാളും പ്രേമും കൂടെ ചേർന്ന് ഇതുവരെ ആ നാട്ടിലുള്ള എത്രയോ കുട്ടികളെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. ആൻഡ് ഇയാൾക്ക് നാട്ടിലൊരു സെറ്റപ്പ് ഉണ്ട്, ചുംകി. അടുത്ത ദിവസം തന്നെ ഡൽഹിയിലോട്ട് വരുന്നുണ്ട്. സോ ചുംകിയെ റെഡിയാക്കി നിർത്താനും ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ബാൽബീർ സിംഗ് ബാസി പറഞ്ഞ ചുംകി. ഇത് അവളുടെ അച്ഛൻ. ചുംകിയുടെ അച്ഛന്റെ സമ്മതത്തോടെയാണ് ചുംകി ഈ പണി ചെയ്യുന്നത്. ഇയാൾ ഒരു ടൈപ്പാണെന്നേ. ഇയാൾ തന്നെ സ്വന്തം മകളെ കാശിന് വേണ്ടി ഇങ്ങനെ മറ്റൊരുത്തിൻ്റെ കൂടെ കിടക്കാൻ അനുവദിക്കും. ചുംകിക്ക് അതൊരു പ്രശ്നമല്ല. അവരുടെ കുടുംബം ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. മാസാമാസം ബാൽബീർ സിംഗ് ഇവർക്ക് നല്ല പൈസ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഇവരുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്. ഉത്സവം ആകുമ്പോൾ അറിയാലോ, നാട് മൊത്തം ഒന്ന് ഉണരും, ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത്യാവശ്യം എല്ലായിടത്തും നല്ല തിരക്കൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മുതിർന്നവരും കുട്ടികളും ഒക്കെ ഉത്സവത്തിൽ പങ്കാളികളാവും. ഇതിനിടെ ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് പ്രേമും റെഡിയാണ്. പോലീസ് ഇൻസ്പെക്ടർ പാണ്ഡ്യയും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒക്കെ ഉത്സവത്തിന് വരുന്നുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഒരു ആർട്ട് ഫോമിൽ, ഈ ഒരു സ്കിറ്റിൽ ഇദ്ദേഹം ഒരു റോൾ ചെയ്യുന്നുണ്ട്, രാവണന്റെ റോൾ. പുള്ളി ഒരു പോലീസുകാരനാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലാകാരനുണ്ട്. അദ്ദേഹം കോസ്റ്റ്യൂം ഒക്കെ ധരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചുംകിയുടെ അച്ഛൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചുംകിയെ കാണാനില്ല, അവളെ പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ചുംകിയെ ബാൽബീർ സിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം തിരിച്ച് ഡൽഹി വരുമ്പോൾ ചുംകി അവിടെ ഉണ്ടാവണമെന്ന് ഫോണിലൂടെ പറയുന്നത് കണ്ടിരുന്നു. അതിനുശേഷം അവൾ തിരികെ വീട്ടിൽ ചെന്നിട്ടില്ല. അവളെ പറ്റി അന്വേഷിക്കുന്നത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ഓൾറെഡി സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തതാണ്, അത് എങ്ങും എത്തുന്നില്ലെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് പറയുന്നത്. എന്നാൽ പാണ്ഡ്യയുടെ സൈഡിൽ നിന്ന് സാധാരണ പോലെ തന്നെയുള്ള റെസ്പോൺസ്. നമ്മളത് അന്വേഷിക്കാം കേട്ടോ. യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ചുംകിയുടെ അച്ഛൻ അങ്ങ് ദേഷ്യം വന്നതേ. പുള്ളി പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ചുംകിക്ക് സംഭവിച്ച പോലെ ഈ ഇൻസ്പെക്ടർ പാണ്ഡ്യയുടെ മകൾക്കും സംഭവിച്ചാൽ ഇങ്ങനെ അന്വേഷിക്കാതിരിക്കുവോ, ഇതുപോലെ ആത്മാർത്ഥത ഇല്ലാതെ വന്ന് നാടകം കളിക്കുമോ എന്നൊക്കെ ചോദിച്ചോടെ പാണ്ഡ്യയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പുള്ളി വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ് ആ ഒരു ടെൻഷനിൽ നേരെ നടന്ന് സ്റ്റേജിലോട്ടം കയറി. നാടകം കാണാൻ വന്നിരുന്ന എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടു, ഇയാളുടെ ഭാര്യയും മകളും ഉൾപ്പെടെ. പോലീസുകാരനായതുകൊണ്ട് മാത്രമായിരിക്കണം ആരും ഒന്നും മിണ്ടാതിരുന്നത്. ശേഷം സ്കിറ്റൊക്കെ കഴിഞ്ഞ് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് വന്ന് മകളെ പറ്റി ചോദിച്ചപ്പോൾ അവൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി, ഫ്രണ്ട്സിന്റെ കൂടെ പോയേക്കുന്നേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പാണ്ഡ്യയ്ക്ക് അങ്ങ് ആശങ്കയായി. കാരണം തൊട്ട് മുമ്പ് ചുംകിയുടെ അച്ഛൻ പറഞ്ഞാണ് നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം കൂടെ മനസ്സിൽ നിന്നിട്ടേ അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹത്തിന്റെ മകളെ പ്രേം പിടിക്കുന്നുണ്ട്. കൊച്ചിനെ പിടിച്ച് ബോധം കെടുത്തി അവളെ കടത്തിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത്. പ്രേമിന്റെ സഹായി ചോട്ടാലാൽ അവിടെ ഒരു ആംബുലൻസ് ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നേരത്തെ അവന്മാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിന് വരുന്ന ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ പിടിച്ച് ആംബുലൻസ് കയറ്റി അങ്ങനെ തട്ടിക്കൊണ്ടുപോകുക. എന്നാൽ തന്റെ മകൾ എവിടെ പോയെന്ന് ആശങ്കയിൽ തിരക്കുന്ന ഇൻസ്പെക്ടർ പാണ്ഡ്യ പ്രേമിനെ ശ്രദ്ധിച്ചു. പുള്ളിക്ക് അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പ്രേം ആ സമയം രാവണന്റെ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പ്രേം പാനിക്കായി കൊച്ചിനെ തറയിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഉടനടി പാണ്ഡ്യയുടെ ഭാര്യയൊക്കെ ഓടി വന്ന് കൊച്ചിനെ എടുത്ത് അൺകോൺഷ്യസ് ആയ അവസ്ഥയിലായതുകൊണ്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ചോട്ടാലാലിന്റെ തന്നെ ആംബുലൻസിൽ കയറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ ചോട്ടാലാൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൊച്ചിന്റെ അമ്മയും അവരെ അറിയാവുന്ന 1-2 പേരും ആംബുലൻസിൽ കയറിയിട്ടുണ്ട്. സോ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ വഴിയുള്ളൂ. ഇവിടെ ഇൻസ്പെക്ടർ ആവട്ടെ തന്റെ മകളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവനെ ഊട്ടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ദൂരം അദ്ദേഹം പ്രേമിന്റെ പുറകെ ഓടി. ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, മാസ്ക് വെച്ചിരിക്കുന്നുണ്ട്. ഒത്തിരി ദൂരം ഓടി ഓടിക്കും ഇൻസ്പെക്ടർ പാണ്ഡ്യ വയ്യാണ്ടായി നിന്നുപോയി. ഇത്തവണയും പ്രേമിനെ ഇദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഇത്രയും നാൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് പരാതിയുമായി വന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് കേസിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാം, ഇതാരാണെങ്കിലും അവനെ കണ്ടുപിടിക്കും എന്നുള്ള വാശിയിൽ ഇദ്ദേഹം കേസ് അന്വേഷിക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ ഓടിക്കഴിച്ച് ബാൽബീർ സിംഗിന്റെ വീട്ടിൽ കയറി ചെല്ലുന്ന പ്രേമാവട്ടെ അവിടെ ഉണ്ടായിരുന്ന കുറേ തെളിവുകൾ അവന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവൻ ഈ കുട്ടികളെ കൊല്ലുന്നതും അവരുടെ ശരീരം വെട്ടിയരിയുന്നതും അതിങ്ങനെ പീസാക്കി പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതും ഇതൊക്കെ ഇവൻ റെക്കോർഡ് ചെയ്യുമായിരുന്നു. കാസറ്റുകളിലാക്കി എവർഗ്രീൻ സോങ്സ് എന്നും ഫിലിം സോങ്സ് എന്നും അങ്ങനെയൊക്കെ പേരുകളിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു തെളിവെന്ന രീതിയിൽ സൂക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ടില്ല അവസ്ഥയിൽ ജസ്റ്റ് രക്ഷപ്പെട്ടു വന്നതുകൊണ്ട് ഏത് നിമിഷവും പോലീസ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ കാസറ്റ് എങ്ങാനും പോലീസ് പിടിച്ചെടുത്താൽ ആകെ പണി പാളും. അതുകൊണ്ട് ഇവൻ ഈ കാര്യങ്ങളെല്ലാം ഇവന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. നാട്ടിലുള്ള ഇവന്റെ ഭാര്യയ്ക്ക് ഇവൻ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നോ മറ്റുള്ളവരെ കൊല്ലുമെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ ഇവൻ അയച്ചു കൊടുക്കുന്ന കാസറ്റ് അവർ പ്ലേ ചെയ്ത് നോക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ചെറിയ വീട്, ചെറിയ ഗ്രാമമൊക്കെ അല്ലേ. എന്തായാലും ഈ പാതിരാത്രി തന്നെ ഇവിടെയുള്ള സകല തെളിവുകളും പ്രേം ഇവിടുന്ന് മാറ്റുന്നുണ്ട്. അവിടെ കട്ടിയതാൽ അടുത്തായിട്ട് തന്നെയുള്ള അതിസമ്പന്നരായ കുടുംബത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. രാവിലെ ആ വീട്ടിലെ പയ്യൻ സ്കൂളിൽ പോകാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ റോഡിലോട്ട് ഇറങ്ങിയതും 2 പേര് ബൈക്കിൽ വന്ന് പയ്യനെ തട്ടിക്കൊണ്ടുപോയി. അവർ പയ്യനെ തട്ടിക്കൊണ്ടുപോയത് കണ്ടിട്ട് പ്രേമും ചോട്ടാലാലും ഒന്നും ആവാനുള്ള സാധ്യതയില്ല. ഇതേതോ വലിയ ടീമാണ്. വലിയ വീട്ടിലെ പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി പണം ബാർഗെയിൻ ചെയ്യാനുള്ള ആ ഒരു ടൈപ്പ് സെറ്റപ്പ് ആയിരിക്കാം. തന്നെ അവിടെ നിന്ന് കട്ടിയതാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പാണ്ഡ്യ ചുംകിയുടെ അച്ഛന്റെ പരാതിയെല്ലാം സ്വീകരിച്ചു. ചുംകിയുടെ അച്ഛൻ പറയുന്നത് പ്രകാരം ചുംകി അന്ന് ബാൽബീർ സിംഗിന്റെ വീട്ടിൽ പോയിരുന്നു. അതിനുശേഷം അവൾ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. പാണ്ഡ്യക്ക് ഇതിന് പുറകിൽ നടക്കുന്ന ഇവരുടെ ബിസിനസ് ഒന്നും അറിയത്തില്ലല്ലോ. അതായത് ചുംകി അങ്ങോട്ട് അയക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാണ്ഡ്യ ഈ കേസിനെ പറ്റി വിശദമായി അന്വേഷിക്കാൻ ബാൽബീർ സിംഗിന്റെ വീട്ടിലോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് ആ പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ബാൽബീർ സിംഗ് പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. അയാൾ ഒരുമാതിരി പണത്തിന്റെ ഹുങ്കൊക്കെ വെച്ച് നിനക്കും മുകളിലുള്ളവരുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടാകുന്നുള്ള മട്ടിലാണ് പെരുമാറ്റമൊക്കെ. ഇതേസമയം ടി വി ന്യൂസിലെ ജവഹർ റസ്തോഗി എന്നൊരു ഉദ്യോഗസ്ഥൻ മീഡിയാസിനോട് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഇൻസിഡന്റിലെ അതിസമ്പന്നരായ കുടുംബത്തിലെ പയ്യനെ തട്ടിക്കൊണ്ടുപോയത്, ആ പയ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റേറ്റ് വൈഡ് അന്വേഷണം നടത്തുന്നുണ്ട്. ഷഡ്ഡുപടി നേരം അവിടെ കാര്യങ്ങളൊക്കെ യൂഷ്വൽ പണം അധികാരം ഒക്കെ അവരുടെ കയ്യിലാണ്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിയമം എപ്പോഴും അവരുടെ കൂടെ നിൽക്കും. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കും. ഇവിടെ ഇൻസ്പെക്ടർ പാണ്ഡ്യ അന്വേഷിക്കുന്ന കേസുകളിൽ ഒരു മീഡിയയും തിരിഞ്ഞു നോക്കില്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവരൊക്കെ വെറും സാധാരണക്കാരല്ലേ. ചുംകിയാണെങ്കിലും അലിയാണെങ്കിലും അവർക്കൊക്കെ വേണ്ടി ചോദിക്കാനും പറയാനും അവരുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അവർക്കാണെങ്കിലും പണവും ഇല്ല, അധികാരവും ഇല്ല, വെറും പാവപ്പെട്ടവർ. ന്യൂസിൽ കാണിച്ച ജവഹർ റസ്തോഗി എന്ന ഉദ്യോഗസ്ഥൻ ഈ ബാൽബീർ സിംഗിന്റെ കൂടെ ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ്. രണ്ടുപേരും തിക് ഫ്രണ്ട്സ്.
ഡിഫറൻസ് ആണ്. സോ കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ പാണ്ഡ്യ ചുങ്കിക്ക് സംഭവിച്ചത് എന്താണെന്ന് അന്വേഷിച്ച് തേടിപ്പിടിച്ച് കണ്ടുപിടിച്ചാൽ പോലും ഇങ്ങേരെ കൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബാൽവീർ സിംഗിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങേരുടെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ജവഹർ റസ്റ്റോഗി വരും. ഇങ്ങനെയുള്ള റിസ്ക് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് നമ്മുടെ പാണ്ഡ്യയോട് ഇങ്ങേരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഉടനെഴുതിയ ചുങ്കിയുടെ അച്ഛൻ എങ്ങനെയോ വീടിനകത്ത് കയറി വന്ന് ഇവനാണ് എൻ്റെ മോളെ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ബഹളം. ഇൻസ്പെക്ടർ ചാടി എണീറ്റ് അങ്ങേരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങേരെ നിർത്തുന്നില്ല. ചുങ്കിയുടെ അച്ഛൻ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു. അന്നേരം ബാൽവീർ സിംഗും എന്താണ് ഇവർ തമ്മിലുള്ള ആക്ച്വൽ ഡീൽ എന്നുള്ള കാര്യം ഇൻസ്പെക്ടർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ബാൽവീർ സിംഗിന്റെ സെറ്റപ്പായിട്ട് ചുങ്കിയെ കൊണ്ടുനടക്കാൻ ചുങ്കിയുടെ അച്ഛൻ ഓക്കെ ആയിരുന്നു. അതിന് ഇങ്ങേര് നല്ല പണം വാങ്ങിയിട്ടുണ്ട്. മാസം 30,000 രൂപ വെച്ച് ഇങ്ങേർക്ക് കൊടുക്കാറുണ്ട്. ഓർക്കണം 2005 കാലഘട്ടം. അതും കൂടാതെ ചുങ്കിക്ക് അങ്ങേര് എക്സ്ട്രാ പൈസയും കൊടുക്കാറുണ്ട്. ഇതെല്ലാം പറഞ്ഞതോടെ ഇൻസ്പെക്ടർ പാണ്ഡ്യക്ക് ചുങ്കിയുടെ അച്ഛനോട് ഭയങ്കര ദേഷ്യമായി. നല്ല 2 കൊടുത്ത് അവിടുന്ന് അടിച്ചിറക്കി വിട്ടു. അങ്ങേര് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതും കഴിഞ്ഞ ദിവസം നാടകത്തിൽ ചെന്ന് നമ്മുടെ ഇൻസ്പെക്ടറോട് ബഹളം ഉണ്ടാക്കിയതൊക്കെ ചുങ്കിയോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇത്രയും നാൾ അവൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കാശിലാണ് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വരുമാന മാർഗം പോയല്ലോ, അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാണ് എന്ന് വെച്ച് മകളോട് ഒട്ടും സ്നേഹമില്ലെന്നല്ല പറഞ്ഞു വരുന്നത്. ഉണ്ടാവാം, പക്ഷേ ഇങ്ങേരുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് മനസ്സിലാവുന്നില്ല. മകളെ കൊന്നവന്റെ അടുത്തു നിന്ന് നഷ്ടപരിഹാരം മേടിച്ച് എല്ലാം സെറ്റിൽ ചെയ്യാൻ പോലും ഇങ്ങേര് തയ്യാറാണ്. അങ്ങനത്തെ ഒരു തന്തപ്പടിയാണ് അങ്ങേര്. ബാൽബീർ സിംഗ് ആവട്ടെ അങ്ങേരുടെ സുഹൃത്ത് ഇൻസ്പെക്ടർ ജവഹർ റസ്റ്റോഗിയെ വിളിച്ച് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡ്യയ്ക്ക് ഫോൺ കൊടുത്തു. പാണ്ഡ്യയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണല്ലോ, അദ്ദേഹം പറയുന്നത് പാണ്ഡ്യയ്ക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി പെർമിഷൻ കൂടാതെ ബാൽബീർ സിംഗിന്റെ വീടിന്റെ പരിസരത്തോട്ട് പോലും പോയേക്കരുതെന്ന് ജവഹർ റസ്റ്റോഗി ഓർഡർ ഇട്ടു. എന്ത് ചെയ്യാം, കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ട് കേസ് അന്വേഷിക്കാന്ന് പറഞ്ഞ് വന്നപ്പം ഇതാണ് അവസ്ഥ. ഇൻസ്പെക്ടർ പാണ്ഡ്യ അവിടെ തിരിച്ചു പോകുന്നു. അദ്ദേഹം വീടിന് പുറത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പ്രേമം അദ്ദേഹത്തിന്റെ പുറകെ വന്ന് എന്തു പറ്റി സാർ, വല്ലാണ്ടങ്ങ് ഇമോഷണൽ ആയി പോയോ? ആ ചുങ്കിയുടെ അച്ഛൻ എന്തോരം വിഷമമായി കാണുമല്ലേ? മകളെ നഷ്ടപ്പെട്ടവരുടെ വേദന അവർക്കല്ലേ അറിയൂ. അല്ല സാർ, നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ. ഉടൻ ഇൻസ്പെക്ടർ നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? ഒന്നുമില്ല സാർ, നാട്ടിൽ എനിക്ക് 6 വയസ്സുള്ളൊരു മോളുണ്ട്. എനിക്ക് ആ ഒരു ഫീലിങ്സ് അറിയാം സാർ. പിന്നെ ഇപ്പോൾ ഒത്തിരി കുട്ടികളെ കാണാതാവുന്നുണ്ടല്ലോ. എന്തോ പറയാനാ, ഈ നാട്ടിൽ മൊത്തം രാക്ഷസന്മാരാ എന്നിങ്ങനെയൊക്കെ ഒന്നും അറിയാത്തവനെ പോലെ പറയുവാണ്. ദെൻ അവിടുന്ന് നേരെ നമ്മുടെ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ ഹയർ ഓഫീസർ ജവഹർ റസ്റ്റോഗിയെ കാണാനാണ് ചെല്ലുന്നത്. അവിടെ ആവട്ടെ ആ പണക്കാരുടെ വീട്ടിലെ പയ്യനെ തട്ടിക്കൊണ്ടുപോയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര രീതിയിലുള്ള അന്വേഷണമൊക്കെ നടത്തുവാണ്. ഏതോ 2 പേര് പയ്യനെ തട്ടിക്കൊണ്ടുപോയി. അതിന്റെ പേരിൽ ആ നാട് മൊത്തം ഇളകി അവർ അന്വേഷണം നടത്തുവാണ്. നാട്ടുകാരെ പലരെ ചോദ്യം ചെയ്യുന്നു. അവന്റെ സ്കൂൾ ടീച്ചേഴ്സിനെ, സ്കൂളിലെ സ്റ്റാഫുകളെ, ഫ്രണ്ട്സിനെ, അവരുടെ പേരൻസിനെ, അങ്ങനെ ചോദ്യം ചെയ്യാവുന്ന പരമാവധി ആളുകളെ ചോദ്യം ചെയ്യുന്നു. എല്ലാവരും ഒരു കുറ്റക്കാരായിട്ട് കാണുന്ന രീതിയിലാണ് പോലീസിന്റെ പെരുമാറ്റം. ഇവിടെ നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെ ജവഹർ റസ്റ്റോഗിയെ മീറ്റ് ചെയ്ത് ചുങ്കിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇവിടെ പാണ്ഡെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതൊരു വല്ലാത്ത സ്ഥലമാണ്. അവിടുന്ന് ഒരുപാട് ആളുകൾ കാണാതാവുന്നുണ്ടല്ലോ, കുട്ടികളും മുതിർന്നവരും ഒക്കെ കാണാതാവുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ചുങ്കി അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അവളുടെ കുടുംബം തന്നെ അവളെ വിറ്റാണ് ജീവിച്ചത്. ആ സ്ഥലത്തുനിന്ന് പിള്ളേരൊന്നും കാണാതാവുന്നതല്ല, അവരുടെ ഫാമിലി തന്നെ പണത്തിന് വേണ്ടി പിള്ളേരെ പലർക്കും വിൽക്കുന്നതാ. അതൊക്കെ വിട്ടുകളാ. പകരം ഈ കേസ് വിവാൻ റഹാന്റെ കേസ് അന്വേഷിക്കുക. ഇതൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കേസുകളാണ്. ഇതൊക്കെ അന്വേഷിച്ചാൽ നല്ല നേട്ടങ്ങളും ഉണ്ടാവും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ബാൽബീർ സിംഗ് ബാസിയുടെ വീട്ടിൽ അനാവശ്യമായിട്ട് പോകരുത്. അങ്ങേരെ ഈ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യരുത്. ബാസി എനിക്ക് വേണ്ടപ്പെട്ട ആളാ. ചുങ്കി കേസും കൊണ്ട് നീ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ട എന്നങ്ങ് പറഞ്ഞു. ഇൻസ്പെക്ടർ തിരികെ അദ്ദേഹത്തിന്റെ സ്റ്റേഷനിലെത്തി. അവിടെ അവർ ഓട്ടോക്കാരനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ചുങ്കിയെ അന്ന് ബാൽബീർ സിംഗിന്റെ വീട്ടിൽ വിട്ടത് ഈ വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പല രീതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിലൂടെ ഒരു ലീഡ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ശരി, അങ്ങനെയെങ്കിൽ ഈ പുള്ളി എന്തിനാ അവിടെ പിടിച്ചു വെച്ചേക്കുന്നത്, ഇങ്ങനെ വിട്ടേക്ക് എന്ന് ഇൻസ്പെക്ടർ പറയുമ്പോൾ കോൺസ്റ്റബിൾ പതക് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്ന ഈ ഓട്ടോക്കാരന്റെ ഫോൺ എടുത്ത് അങ്ങേർക്ക് കൊടുക്കാൻ ചെല്ലും. ഉടനെ ഇൻസ്പെക്ടർ പാണ്ഡെ ആ ഫോൺ വാങ്ങി അതിലുള്ള കോൾ ലിസ്റ്റ് ഒക്കെ പരിശോധിച്ചു വരുമ്പോൾ അതിൽ ബാൽബീർ സിംഗിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന പ്രേമിന്റെ നമ്പർ കണ്ടു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ അവശേഷിപ്പിക്കാമോ? ഓട്ടോക്കാരൻ എന്തിനാണ് പ്രേമിനെ വിളിച്ചത്? ചുങ്കി ഓട്ടോയിൽ കയറി ബാൽബീർ സിംഗിന്റെ വീട്ടിൽ കൊണ്ട് വിടാൻ പറഞ്ഞാൽ അവിടെ വിട്ടേക്കണം. എന്തിനാണ് അവിടെ ജോലി ചെയ്യുന്ന ആളെ വിളിച്ചത്? ഓട്ടോക്കാരൻ എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇൻസ്പെക്ടർ പാണ്ഡെ അവനെ നന്നായിട്ട് പിഴിഞ്ഞ് അവൻ ഇന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. സംഭവം ആക്ച്വലി ഇത് ചുങ്കിയുടെ ഫോണാണ്. അന്ന് ആ ഓട്ടോക്കാരൻ ചുങ്കിയെ ബാൽബീർ സിംഗിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം പ്രേം അവളുടെ ഫോൺ ആ ഓട്ടോക്കാരനെ കൊടുത്തിട്ട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കൊണ്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ പോലീസ് സിം ട്രാക്ക് ചെയ്യുമ്പോൾ അവൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നല്ലേ വരൂ. എന്നാൽ ഈ മണ്ടൻ ഓട്ടോക്കാരൻ എന്ത് ചെയ്തെന്നു, നല്ല ഫോൺ കണ്ടപ്പോൾ പുള്ളി അത് പുള്ളിയുടെ സ്വന്തം ഫോണായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പ്രേം പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിൽ എറിഞ്ഞു കളഞ്ഞില്ല. ഇപ്പൊ സത്യങ്ങളൊക്കെ ഓട്ടോക്കാരനിൽ നിന്ന് മനസ്സിലായി. ഇപ്പൊ ഇവരുടെ പ്രധാന സംശയം പ്രേമിനെയാണ്. ബാൽബീർ സിംഗിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന പ്രേമിനെ. എല്ലാ കാര്യങ്ങളും വിശദമായി ജവഹർ റസ്റ്റോഗിയുടെ അടുത്ത് നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഇതെല്ലാം ഇത്രയും തെളിവുകളുമായിട്ട് വന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് എന്ത് ചെയ്തു? മിസ്റ്റർ പാണ്ഡെ, തന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോരുതെന്ന്. നിനക്കത് അനുസരിക്കാൻ മേല. പിന്നെ നീ കേസ് അന്വേഷിച്ച് ഇത്രയൊക്കെ കണ്ടുപിടിച്ചതല്ലേ, അതുകൊണ്ട് നിനക്കൊരു സസ്പെൻഷൻ ഇരിക്കട്ടെ, പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്തു. നല്ല DCP. ഇങ്ങനെ വേണം പണി കൊടുക്കാൻ. തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അയാൾ തയ്യാറാണെന്നേ. മാത്രമല്ല ആ പണക്കാരുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പയ്യനെ വെറും 48 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് കണ്ടെത്തുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയവരെ പിടിക്കുകയും ചെയ്തു. ഇവിടെ പാവപ്പെട്ടവരുടെ കേസിൽ 48 മണിക്കൂറോ 48 ദിവസമോ ഇവൻ 48 മാസം കഴിഞ്ഞാലും FIR ഇടാൻ പോലും ഉമാർ തയ്യാറാവത്തില്ല. കട്ട് ചെയ്താൽ ആഴ്ചകൾ കഴിഞ്ഞു പോയി. ഇപ്പോഴും നമ്മുടെ പാണ്ഡെ പ്രേമിന് പുറകെയാണ്. പ്രേമിനെ നല്ല സംശയമുണ്ടല്ലോ. അവൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ സമയങ്ങളിൽ ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു എന്ന് അയാൾ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ചോട്ടാലാൽ പ്രേമിനെ വന്ന് മീറ്റ് ചെയ്യുന്നതും അവർ തമ്മിൽ കുറേ സമയം സംസാരിക്കുന്നതും ഇതെല്ലാം ഇദ്ദേഹം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രേം ചെയ്യുന്ന ക്രൈംസിലൊക്കെ ചോട്ടാലാലിന് വ്യക്തമായ പങ്കുണ്ടെന്ന് ഇങ്ങേർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ 1-2 ദിവസങ്ങൾക്കുള്ളിൽ പാണ്ഡെയുടെ സസ്പെൻഷൻ തീരും. അദ്ദേഹം വീണ്ടും ജോയിൻ ചെയ്യും. പാണ്ഡെയുടെ കൂടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ പേരാണ് പതക്, കോൺസ്റ്റബിൾ പതക്. ഇവനും ഒരു ടൈപ്പാണെന്നേ. തുടക്ക സമയത്ത് നമ്മുടെ പാണ്ഡെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇവൻ. അധികാരവർഗത്തെ പ്രീതിപ്പെടുത്തി മുകളിലുള്ള ആളുകളെ സന്തോഷിപ്പിച്ച് അവരുടെ കാലം നിൽക്കുന്നൊരു ടൈപ്പ്. എന്നാൽ തനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ പോലും മടിക്കില്ല. ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ ആയതുകൊണ്ട് വലിയ അധികാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഒരുപാട് പേരെ താങ്ങി ഒത്തിരി ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ജീവിതമേ. ആൻഡ് നമ്മുടെ പാണ്ഡ്യയ്ക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുത്ത് റസ്റ്റോയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. വെറും ട്രാൻസ്ഫർ അല്ല, പ്രൊമോഷണൽ ട്രാൻസ്ഫർ. ആ
ആ പണക്കാരുടെ വീട്ടിലെ പയ്യനെ 48 മണിക്കൂർ കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ, അതിന് കിട്ടിയ റിവാർഡ്. ഇവിടെ ഇപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോൺസ്റ്റബിൾ പതക്ക് അന്ന് ഉത്സവത്തിന്റെ ദിവസം പ്രേം നമ്മുടെ പാണ്ഡ്യയുടെ മകളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കൊച്ചിനെ അവന്റെ അടുത്തു നിന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ ഒരു ആംബുലൻസ് ഡ്രൈവറെ കാണുന്നത്. അതാരാണത്? ചോട്ടാലാൽ. പ്രേമിന്റെ ക്രൈംസിലൊക്കെ കൂട്ടുനിൽക്കുന്ന ചോട്ടാലാലാണ് ഇങ്ങേരുടെ മകളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് പതക്ക് ഇങ്ങനെ പറഞ്ഞത് ഇൻസ്പെക്ടർ അന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിക്കുവാണ്. അതായത് ഇദ്ദേഹത്തിന്റെ മകളെ ആംബുലൻസിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ റെഡിയായി നിന്നിരുന്നു. ഇതിന്നും ഇത്രയും നാളത്തെ ഇൻസ്പെക്ടറിന്റെ അന്വേഷണത്തിൽ നിന്നും പുള്ളിക്ക് ഒരു കാര്യം ഉറപ്പായി. അതായത് പ്രേമിന്റെ കൂട്ടാളിയാണ് ആ ചോട്ടാലാൽ, ആ ആംബുലൻസ് ഡ്രൈവർ. അന്ന് തന്റെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച രണ്ടുപേരിൽ ഒരാൾ ഈ ചോട്ടാലാലാണെന്ന് ഇദ്ദേഹത്തിന് ഉറപ്പായി. തുടർന്ന് അന്ന് തന്നെ ഇവർ രണ്ടും കൂടെ ചോട്ടാലാലിനെ തൂക്കി ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ അടി ചോദിക്കുക ഒരു പരുവമാക്കി. ഇൻസ്പെക്ടർ പാണ്ഡ്യയുടെ മകളെ ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെ പറ്റിയും പ്രേമുമായിട്ടുള്ള ഇവന്റെ ബന്ധത്തെ പറ്റിയും ഒക്കെ വിശദമായിട്ട് ചോദിക്കുന്നു. ശരിക്കും അടി കൊണ്ടപ്പോൾ അവൻ അറിയാവുന്ന സത്യങ്ങളൊക്കെ അവൻ മണിമണി പോലെ പറഞ്ഞു. എല്ലാത്തിന്റെയും പുറകിൽ പ്രേമാണെന്ന് തുറന്ന് സമ്മതിച്ചു. അവിടെ കട്ടിയതാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഈ വ്യക്തിയെ കണ്ടില്ലേ, ഇദ്ദേഹമാണ് ഡൽഹിയിലെ പുതിയ എസ് പി സൈക്കിയ. ഇയാൾ മാന്യനായ ഒരു ഓഫീസറാണ്. മുമ്പുണ്ടായിരുന്ന മറ്റേ പുള്ളിക്കാരന്റെ കൂട്ടല്ല. സത്യസന്ധമായ കേസുകളൊക്കെ അന്വേഷിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ഫറുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയും സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അടുത്ത ട്രാൻസ്ഫർ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാലും മുമ്പുണ്ടായിരുന്ന സ്പീഡ് കൂട്ട് പണക്കാർക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പാവങ്ങളെ തഴഞ്ഞു കളയുന്ന അങ്ങനെ ഒരു പുള്ളിക്കാരനല്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് പാണ്ഡെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ വരുന്നത് ഈ സസ്പെൻഷൻ ടൈമിൽ പുള്ളിക്കാരൻ കണ്ടുപിടിച്ച കുറേ തെളിവുകളൊക്കെ ആയിട്ടാണ്. ഇദ്ദേഹം സ്റ്റേഷനിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ മുൻ SP ജവഹർ അവിടെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഇതുവരെയും ആ കേസ് വിടാൻ തയ്യാറായില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും ബൽബീർ സിംഗിനെ കൊടുക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കി അങ്ങേരാവട്ടെ ബൽബീർ സിംഗിനെയും അങ്ങേറെ കുറേ ആളുകളെയും ഒക്കെ ഈ വിവരം അറിയിച്ചു. ഡൽഹിയിൽ മാത്രമല്ല അങ്ങ് രാജസ്ഥാനിലുള്ള ഇവരുടെ ആരൊക്കെയോ ആളുകളെ ഈ കാര്യം അറിയിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ ഈ കേസ് അന്വേഷിച്ച് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നേരത്തെ നോട്ടീസ് ചെയ്ത് മനസ്സിലാക്കുവാണ്. ഒരു കാരണവശാലും പാണ്ഡേക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കരുത്. പാണ്ഡയെ എങ്ങനെയും തടയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പുതിയ SP സപ്പോർട്ട് നമ്മുടെ പാണ്ഡേക്കുണ്ട്. അത് മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം എത്രയൊക്കെ അന്വേഷിച്ചു പോയാലും എന്തൊക്കെ തെളിവ് കണ്ടുപിടിച്ചാലും അതെല്ലാം നശിപ്പിച്ച് കളയാൻ വേണ്ട കാര്യങ്ങൾ അവർ ഒരു സൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൽബീർ സിംഗിന്റെ ആളുകൾ ഇൻസ്പെക്ടർ പാണ്ഡെ പിടിച്ചു വെച്ചിരുന്ന ചോട്ടാലാൽ ആ പുള്ളിക്കാരനുള്ള സ്ഥലത്ത് ചെന്ന് അവനെ അടിച്ച് ബോധം കെടുത്തി അവനെ കടത്തിക്കൊണ്ടുപോയി. അവിടെ ചോട്ടാലാലിനെ നോക്കാൻ എപ്പിച്ചിരുന്ന പതക്ക് എങ്ങോട്ടോ മാറിയ സമയത്താണ് ഉമ്മാരി ചെന്ന് അവനെ കടത്തിക്കൊണ്ടുപോയത്. ഇതിപ്പോൾ എന്താ അവസ്ഥ? കുറെ അന്വേഷിച്ച് ഒടുവിൽ ഒരു ലീഡ് കിട്ടിയതാണ്. പ്രേമിലേക്ക് ലീഡ് ചെയ്യാൻ ചോട്ടാലാൽ മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്ന ഓപ്ഷൻ. ഇപ്പോൾ അതും ഇല്ലാതായി. ചോട്ടാലാലിനെ കടത്തിക്കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഇൻസ്പെക്ടർ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുതിയതായിട്ട് ചാർജ് എടുത്ത SP ഇനി കാത്തിരിക്കേണ്ട, എന്ത് വന്നാലും നമുക്ക് നോക്കാം, ഇന്ന് തന്നെ പ്രേമിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് അങ്ങ് സന്തോഷമായി. മുമ്പുണ്ടായിരുന്ന ജവഹർ റെസ്റ്റോക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഇവൻ കൃത്യമായിട്ടുള്ള തെളിവ് കൊണ്ട് ചെന്നാലും അങ്ങേരത് വലിച്ചു കയറി കളഞ്ഞിട്ട് തെളിവില്ലെന്ന് പറഞ്ഞേനെ. കൂടാതെ ഇവിടെ വെച്ച് ആ കോൺസ്റ്റബിൾ പതക്കിനൊരു ചവിട്ടും കൊടുക്കുന്നുണ്ട്. ചോട്ടാലാലിനെ നോക്കിക്കണമെന്ന് പറഞ്ഞ് ഇവനെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, ഉത്തരവാദിത്വം ഇല്ലാത്തവൻ. അങ്ങനെ അവർ 2005 നവംബർ 4 ഇന്നേ ദിവസം ഏതാണ്ട് ഒരു വൈകുന്നേരത്തോടെ പ്രേമിനെ അറസ്റ്റ് ചെയ്തു. ഇനി ഇവനെ ചോദ്യം ചെയ്ത് ഇവനിൽ നിന്ന് കിട്ടുന്ന എവിഡൻസിലൂടെ കേസ് മുന്നോട്ട് പോകത്തുള്ളൂ. ഇവൻ സത്യം പറയണം. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചേ പറ്റൂ. SP ഇൻസ്പെക്ടർ പാണ്ഡെ അങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ പ്രേമി ചാടി ഇൻസ്പെക്ടർ പാണ്ഡെയുടെ കാലിൽ വീണു. സാർ, അന്ന് എനിക്ക് അബദ്ധം പറ്റിയാണ് സാർ. നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പോലും പോകത്തില്ലായിരുന്നു. എനിക്ക് അത്ര ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്റെ മകളാണ് സത്യം, എനിക്ക് അറിയില്ലായിരുന്നു. ദെൻ SP പ്രേമിനോട് ഇരിക്കാൻ പറഞ്ഞു. നമ്മുടെ ഇൻസ്പെക്ടർ ഇരുന്നു. ഈ സാറിനെ നേരത്തെ അറിയാം. ഞാൻ പപ്പാജിയുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ സാർ അവിടെ വന്നിട്ടുണ്ട്. അന്നാ ചുങ്കിയുടെ അച്ഛൻ വന്ന് എന്തോ ബഹളമായിരുന്നു. പപ്പാജിയാണ് അങ്ങേറെ മകളെ കൊന്നെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നോക്ക് പ്രേം, ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോഴോ? സാർ, ഇപ്പോൾ പറ്റില്ല സാർ. ഞാൻ നാളെ വന്നാൽ പോരെ? നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാം. ക്രോർപതി കോടീശ്വരൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഉഷാരഘുവൻഷി 50 ലക്ഷം ജയിച്ച് നിൽക്കുക. ഒരൊറ്റ ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞാൽ അവർ ജയിക്കും, മത്സരം ജയിക്കും. എനിക്കിത് കാണണം സാർ, എനിക്കിത് കണ്ടേ പറ്റൂ. ഓ, നിനക്ക് ആ ഷോ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇതെന്ത് ചോദ്യമാണ് സാർ? ആർക്കാണ് ആ ഷോ ഇഷ്ടമല്ലാതെ? കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ 1 കോടി രൂപ തരും. അടിപൊളിയല്ലേ? എനിക്കതിൽ പങ്കെടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ശരി. എന്നാൽ ഞങ്ങളിവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇതേ ഇവിടെയും ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ഉത്തരം പറഞ്ഞാൽ നിന്നെ പെട്ടെന്ന് വിട്ടേക്കാം. ഓക്കെ സാർ, ഞാൻ ഉത്തരം പറയാം. എന്താ സാറിന് അറിയണ്ടേ? പറയാം. നിനക്ക് ചുങ്കി ഘോഷിനെ അറിയത്തില്ലേ? അറിയാലോ സാർ. അവൾക്ക് എന്താ സംഭവിച്ചേ? അവളിപ്പോൾ എവിടെയുണ്ട്? സാർ അറിഞ്ഞില്ലായിരുന്നോ? അവൾ ഓൾറെഡി മരിച്ചു പോയല്ലോ. എങ്ങനെ മരിച്ചു പോയെന്നോ? അത് നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് എങ്ങനെ അറിയാമെന്ന് സാർ? ഞാനാണ് അവളെ കൊന്നത്. എന്തിനാ കൊന്നതെന്നറിയോ? അവൾക്കൊരു റെസ്പെക്ട് ഇല്ല. അവൾ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? വീട്ടുവേലക്കാരനാണ്, അവൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ആളാണെന്നും. പപ്പാജിയുടെ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം. ഞാൻ ചോദിച്ച പ്രോപ്പറായിട്ട് ഉത്തരം പോലും പറയത്തില്ല. അന്ന് ഒക്ടോബർ 9 പപ്പാജിയുടെ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവളെ വിളിച്ചു വരുത്തി. കസ്റ്റമറൊന്നുമില്ല, എൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയത്. ഇവിടെ ഒത്തിരി നാളായിട്ട് പപ്പാജിയുടെ കൂടെ അങ്ങനെ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണല്ലോ. സോ എന്നെ ഒന്ന് പരിഗണിക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ സെക്സ് ചെയ്താലത്ത് അവൾ കുറഞ്ഞു പോകും. ഇത് പറഞ്ഞപ്പോൾ അവൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്നറിയോ? എന്നെ ഒരു പിച്ചക്കാരനെ പോലെ അവൾ കാണുന്നേ. എന്നെ പോലെ ഒരു പിച്ചക്കാരൻ്റെ കൂടെ, എന്നെ പോലെ ഒരു ബ്ലഡി സെർവൻറ്റിൻ്റെ കൂടെ അങ്ങനെയൊന്നും ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ലെന്ന്. അവളുടെ അഹങ്കാരം ജാടയൊക്കെ കണ്ടിട്ട് ഞാൻ ചുമ്മാതിരിക്കണോ? ഞാൻ അവളെ പിടിച്ച് കൊന്നുകളഞ്ഞു. വെട്ടി നുറുക്കി പീസാക്കി നാട്ടിലെ പട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തു. കുറച്ച് ഞാനും കഴിച്ചു. എൻ്റെ സ്വന്തം അങ്ങളിനെ തന്നെ വെട്ടി കീറി കൊന്ന് അങ്ങേറെ ലിവർ കഴിച്ചവനാണ് ഞാൻ. പിന്നാണ് ഇവളെയൊക്കെ. പിന്നെ ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. എൻ്റെ കൂടെ പപ്പാജിയുണ്ട്, എന്നെ പപ്പാജി രക്ഷപ്പെടുത്തിക്കോളും. ഇക്കാര്യങ്ങളൊക്കെ പ്രേം പഴത്തിന്റെ തൊലി കളയുന്ന പോലെ അത്ര ലാഘവത്തോടെ പറയുന്നത് കേട്ട് SP ഇൻസ്പെക്ടർ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ദെൻ വെട്ടിമുറിച്ച ചുങ്കിയുടെ ശരീരഭാഗങ്ങൾ പല ഭാഗത്തായിട്ട് പ്രേം ഉപേക്ഷിച്ചു. ചില ഭാഗങ്ങൾ മാത്രം ഓടയിലും അവിടെ ഇവിടെയൊക്കെ തള്ളും. ചില
ചില ഭാഗങ്ങൾ മറ്റു പലയിടത്തും ഒളിപ്പിക്കും. ഇതിൻ്റെ ഒന്നും സ്മെല്ല് പുറത്ത് വരാത്ത രീതിയിൽ അത്രയും കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചുങ്കിയെ മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് കാണാതായിട്ടുള്ള കുട്ടികളെയൊക്കെ ഒട്ടുമിക്ക കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് പ്രേമാണെന്ന് അവൻ തുറന്നു പറഞ്ഞു. എത്ര പേര് ഇതിനു മുമ്പ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അവിടെയുള്ള ശുക്ലയുടെ മകള്, പിന്നെ അലിയെ സാറിന് അറിയത്തില്ലേ, സാറിന് 100 രൂപ കൊടുത്തില്ലായിരുന്നു ആ പയ്യന്. ദെൻ മറ്റേ പുള്ളിക്കാരൻ്റെ മോള് തുമ്പ, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ പേരെ കാൽക്കുലേറ്റ് ചെയ്ത് ഏതാണ്ട് 22 മുതൽ 24 പേരെ വരെ ഇവനിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ കേട്ട് ദേഷ്യം വന്ന് ഇൻസ്പെക്ടർ പ്രേമിൻ്റെ ഒരു അടിയും കൊടുത്ത് അവൻ്റെ കോളറെ പിടിച്ച് അവനെ പൊക്കി അങ്ങെടുത്തു. സാർ വിട് സാർ, നിങ്ങളുടെ മകളെ ഞാനൊന്നും ചെയ്തില്ലല്ലോ സാർ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിയില്ലായിരുന്നു, നിങ്ങളുടെ മകളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയുമായിരുന്നു ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. നിങ്ങളും ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് സാർ. ഇവരൊക്കെ ജീവിച്ചാലും എവിടെ ജീവിക്കാനാ? ഇവരിൽ ആരെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ വല്ലോ ആവോ? ഇല്ല, പണമില്ലാത്തവരായി ജനിച്ച് പണമില്ലാത്തവരായി ജീവിച്ച് പണമില്ലാത്തവരായി മരിക്കും, അത്രയൊക്കെ തന്നെ. ഈ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണം പോലും ബെറ്റർ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ SP പ്രേമിനോട് ബൽബീർ സിംഗ് ബാസിക്കും ഇവൻ ചെയ്യുന്ന ഈ കൊലപാതകങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. വേണ്ട സാർ, ഈ ചോദ്യം ചോദിക്കേണ്ട, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ ചോദ്യം ചോദിക്കുക. ഇതിനുത്തരം എനിക്ക് പറയാൻ പറ്റത്തില്ല, വേറെ ചോദ്യം ചോദിക്കുക. അറ്റ് ദ സെയിം ടൈം നേരത്തെ ചോട്ടാലാലിനെ കടത്തിക്കൊണ്ട് പോയവന്മാർ അവൻ്റെ ശരീരം വെട്ടിമുറിച്ച് കത്തിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രേം ഇപ്പോൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ പ്രേമിൻ്റെയും വിധി ഇത് തന്നെ ആയനെയും. ഇതിൻ്റെ ഒക്കെ പുറകിൽ ബൽബീർ സിംഗ് ബാസിയുണ്ടെന്ന് ഇതോടുകൂടി തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പുള്ളിക്കാരനിലേക്ക് കേസ് എത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ സഹായിച്ച ഓരോരുത്തരായിട്ട് അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രേമാണെങ്കിൽ പോലും ബൽബീർ സിംഗ് ബാസി തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും, അയാൾ വക്കീലിനെയും കൊണ്ട് വരുമെന്നൊക്കെ കൺവിൻസ്ഡ് ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബൽബീർ സിംഗ് ബാസി ഇവരെയൊക്കെ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങേര് വക്കീലിനെ കൊണ്ടുവന്ന് പ്രേമിനെ രക്ഷപ്പെടുത്തിയത് തന്നെ അങ്ങേര് സ്വയം രക്ഷപ്പെടാൻ നോക്കുകയാണ്. പ്രേമിനെ ഇവിടെ സെല്ലിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നു. കോടീശ്വരൻ കാണണമെന്ന്, കോടീശ്വരൻ്റെ എപ്പിസോഡ് കാണാതെ അവൻ ഉറങ്ങാൻ പറ്റൂല എന്ന്. ഉടൻ പാണ്ഡെ വന്ന് ഇവൻ്റെ ഈ ബഹളമൊക്കെ കണ്ട് അവിടെ വെച്ചിരുന്ന TV-യിൽ കോടീശ്വരൻ ആ പ്രോഗ്രാം വെച്ചു കൊടുത്തു. മത്സരാർത്ഥി ഉഷ 1 കോടിയുടെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് അവർ മത്സരം വിജയിച്ചു. ആഹാ, പ്രേമിന് ഒത്തിരി സന്തോഷമായി. ദെൻ അടുത്ത ദിവസം പോലീസ് പ്രേമിനെ കൊണ്ട് തെളിവെടുക്കാൻ ചെല്ലുന്നുണ്ട്. അവൻ ബോഡി പാർട്സ് കുടിച്ചിട്ടു എന്നൊക്കെ പറയുന്നിടത്ത് അവിടുത്തെ മണ്ണൊക്കെ മാറ്റി നോക്കുകയാണ്. പോലീസ് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കുടിക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രേമ് തന്നെ ഇടപെട്ട് അവൻ എവിടെയാണോ ബോഡി പാർട്സ് കുടിച്ചിട്ടത് അതൊക്കെ കറക്റ്റായിട്ട് അവരെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ബൽബീർ സിംഗിന്റെ വീട്ടിലും പ്രേം ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ, അവനോട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ കൃത്യമായി അവൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വൈകാതെ ബൽബീർ സിംഗും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രേമിനെയും ബൽബീർ സിംഗിനെയും തീഹാർ ജയിലിലേക്ക് മാറ്റി. ബാസി ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. പ്രത്യക്ഷത്തിൽ എല്ലാ തെളിവുകളും അയാൾക്കും പ്രതികൂലമായിരുന്നു. അയാളുടെ വീട് ജനങ്ങൾ തല്ലി തകർത്തു. ഒരുപാട് കൊലപാതകങ്ങൾ നടന്ന ബാസിയുടെ വീട് ഹൗസ് ഓഫ് ഹൊറേഴ്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു. വാർത്തകളിലൂടെ ജനങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. വലിയൊരു ഇഷ്യൂ തന്നെ ഉണ്ടായി. എന്നാലും ബാസി അങ്ങ് പെട്ടുപോയെന്ന് വിചാരിച്ചോ? അല്ല. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക് എന്തു ആവുന്നുള്ളതിന്റെ ക്ലിയർ എക്സാമ്പിൾ. പാണ്ഡെയുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുമെന്ന് പറഞ്ഞ് കൂടെ നിന്ന് SP ഉണ്ടല്ലോ, ആ പുള്ളിക്കാരന് പ്രൊമോഷനും കൊടുത്തു, DCP ആയിട്ട്. അല്ല, SP-ക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്തു എന്നൊരു ചോദ്യമില്ലേ? ഇവിടെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെ മാത്രമല്ല, പാണ്ഡെയ്ക്ക് മുമ്പ് ഇവിടെ SI-മാരായിരുന്ന കുറേ ആളുകളെ കൂടെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇത്ര വലിയ കൊലപാതകങ്ങൾ, സീരിയൽ കില്ലിംഗ് നടന്നിട്ടും അതിനെപ്പറ്റി പ്രോപ്പറായി അന്വേഷിക്കാതിരുന്ന എല്ലാവർക്കും ഡിസ്മിസൽ അടിച്ചു കൊടുത്തു. എല്ലാ തെളിവുകളും ബൽബീർ സിംഗ് ബാസിക്ക് എതിരായിരുന്നിട്ടും അങ്ങേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്ന അങ്ങേരുടെ കൂട്ടുകാർ, അതായത് ജവഹർ റസ്റ്റോഗിയും അധികാര സ്ഥാനങ്ങളിൽ അത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മറ്റാളുകളും കൂടെ ചേർന്ന് കളി കളിച്ച് കേസ് ഇങ്ങനെ വട്ടം തിരിച്ചു കളഞ്ഞു. ആൻഡ് അറസ്റ്റ് ചെയ്യപ്പെട്ട ബൽബീർ സിംഗ് ബാസിയെ ചോദ്യം ചെയ്യാനായിട്ട് IBI ടീം വരുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും രസം. IBI ടീമിന്റെ ഹെഡായിട്ട് വരുന്നത് ഇങ്ങേറെ സുഹൃത്തായ റസ്റ്റോഗിയാണ്. സോ ഇവർ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട്സ് എന്താണെന്ന് ഊഹിക്കാമല്ലോ. ബൽബീർ സിംഗ് ബാസി പുറത്തിറങ്ങി. മുഴുവൻ കുറ്റവും പ്രേമിന്റെ തലയിൽ ചുമത്തി. ഇനിയിപ്പോൾ ബൽബീർ സിംഗ് ബാസി ചെയ്തതിനും കൂടെ പ്രേം അനുഭവിക്കണം. ഇതെല്ലാം വാർത്തയിലൂടെ അറിയുന്ന നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെ, ഇപ്പോൾ ഇൻസ്പെക്ടർ അല്ല, നമ്മുടെ പാണ്ഡെ, അദ്ദേഹം ഈ കേസിൽ അദ്ദേഹത്തെ സഹായിച്ച SP-യുടെ സഹായത്തോടെ പ്രേമിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. പ്രേമിനെ ബൽബീർ സിംഗ് ബാസി കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അങ്ങേര് ഇവനെ രക്ഷപ്പെടുത്തി ഇവിടുന്ന് പുറത്തിറങ്ങുന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ, അങ്ങേര് വക്കീലേയും കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പ്രേം. ഈ പൊട്ടനാണെങ്കിൽ അങ്ങേര് ഒരു കൺവിൻസിംഗ് സ്റ്റാർ ആണെന്ന് മനസ്സിലാക്കിയില്ല. ഇപ്പോൾ പാണ്ഡെ പ്രേമിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബൽബീർ നിന്നെ തേച്ചിട്ട് പോയടേ. ആദ്യം ഇവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും പ്രേമിന് ഒരുമാതിരിയായിപ്പോയി. തന്നെ ബൽബീർ ചതിച്ചു, തന്റെ കുടുംബത്തെ പോലും അങ്ങേര് തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെയെങ്കിൽ അയാളെ കൂടെ പെടുത്തണമെന്ന് പ്രേം അങ്ങ് തീരുമാനിച്ചെന്നേ. തുടർന്ന് നമ്മുടെ പാണ്ഡേക്ക് ഇവന്റെ വീട്ടിൽ കുറെ തെളിവുകളുണ്ടെന്ന്, അതായത് നമ്മുടെ പ്രേമിന്റെ നാട്ടിലെ വീട്ടിൽ കുറെ തെളിവുകളുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ കണ്ടിരുന്നല്ലോ എവർഗ്രീൻ ഹിറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന കാസറ്റുകൾ, CD-കൾ. പ്രേം ഇതുവരെ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളുടെയൊക്കെ വിഷ്വൽസും അതിനെപ്പറ്റി പ്രധാനപ്പെട്ട തെളിവുകളും മറ്റുമൊക്കെ അതിൽ അവൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ അവൻ അവന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. സോ പാണ്ഡെ പ്രേമിന്റെ വീട്ടിൽ ചെന്നാൽ ആ തെളിവുകൾ കളക്ട് ചെയ്യാം. അതിലൂടെ സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാം. അങ്ങനെ ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബൽബീർ സിംഗ് ബാസിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. തുടർന്ന് കോൺസ്റ്റബിൾ പതകിന്റെ സഹായത്തോടെ സ്റ്റേഷനിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് ഒപ്പിച്ച് പാണ്ഡെ നേരെ പ്രേമിന്റെ നാട്ടിലേക്ക്, അവിടുത്തെ അവന്റെ വീട്ടിലിട്ട് ചെല്ലുന്നു. അവന്റെ വീട്ടിൽ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം അവിടെ ചെന്ന് അവരോട് കാര്യം പറഞ്ഞപ്പോൾ ഭാര്യ അവിടെയുള്ള CD ഒക്കെ ഇദ്ദേഹത്തിന് എടുത്തു കൊടുത്തു. അത് പ്ലേ ചെയ്ത് നോക്കി അതിലെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഏത് മനുഷ്യനാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ പറ്റുക, മറ്റൊരാളെ വെട്ടിക്കൊല്ലുന്നൊക്കെ. അങ്ങനെ തെളിവുകളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ തിരിച്ചു പോകണം. കുറേ നേരം പ്രേമിന്റെ ഗ്രാമത്തിൽ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു ഉൾഗ്രാമം ആയതുകൊണ്ട് എപ്പോഴും ബസ്സൊന്നുമില്ല. ഒരുപാട് നേരം അവിടെ കാത്തുനിന്നതിന് ശേഷമാണ് അതുവഴി ഒരു കാർ വരുന്നത് കാണുന്നത്. അധികമൊന്നും ചിന്തിക്കാൻ പോയില്ല. അതിന് കൈ കാണിച്ചു. കാറിൽ കയറി. ആ കാറിൽ 3 ആളുണ്ടായിരുന്നു. അവരും കുറേ നേരമായിട്ട് ഈ പ്രദേശത്തോട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവാണ്. അവർക്ക് പോകേണ്ട അഡ്രസ്സ് ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ
കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഉടനെ പാണ്ഡെയും ശരി ഈ അഡ്രസ്സ് കാണിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചോദിച്ചു വാങ്ങിയതാണ്. അവർ കൊടുത്തത് അഡ്രസ്സ് ആയിരുന്നില്ല, പകരം ഇങ്ങേരുടെ ഫോട്ടോ ആയിരുന്നു, പാണ്ഡെയുടെ ഫോട്ടോ ആയിരുന്നു. നേരത്തെ ബൽബീർ സിംഗിന് വേണ്ടി ചോട്ടാലാലിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞവരില്ലേ, അവരാണ് ഇവര്. ഇപ്പൊ പാണ്ഡെയും ഇവരുടെ മുന്നിൽപ്പെട്ടു. ഇവർ അദ്ദേഹത്തെ ആ കാറിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ആകെ പോകെ ബൽബീർ സിംഗിനെതിരെ തെളിവുണ്ടായിരുന്ന ഒരു കാസറ്റ് അത് നശിപ്പിച്ച് കളയുകയും ചെയ്തു. 6 മാസങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ സ്റ്റേഷനിലെ പുതിയ ഇൻസ്പെക്ടർ പതക്കാണ്. അവിടെ മറ്റു പല കോൺസ്റ്റബിൾസ് ഉണ്ടായിട്ടും പതക്കിന് തന്നെ ഈ പ്രൊമോഷൻ കിട്ടി. ഇതിൽ നിന്ന് വേണം നമുക്ക് ഇങ്ങനെ ഒരു അനുമാനത്തിലെത്താം. അതായത് നേരത്തെ പതക്ക് നമ്മുടെ പാണ്ഡെയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ചതിക്കുമായിരുന്നു എന്ന്. പാണ്ഡെ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി പ്രേമിന്റെ വീട്ടിലേക്ക് പോയ കാര്യം ഇവൻ ഓൾറെഡി അവരെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ചോട്ടാലാലിനെ അവർ കടത്തിക്കൊണ്ടുപോയ സമയത്ത് അവിടെ കാവൽ നിൽക്കേണ്ട ഇവൻ അവിടെ കാവൽ നിന്നില്ല, അവൻ മറ്റെങ്ങോട്ടോ മാറിപ്പോയിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കൂടെ നിന്ന് ചതിച്ചത് ഇവൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് സ്റ്റേഷനിൽ തറയിലൂടെ ഒരു പാറ്റ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ചാടി എഴുന്നേറ്റ് അതിനെ ചവിട്ടി കൊന്നു കളയുന്ന പതക് അവന് താഴെയുള്ള മറ്റ് കോൺസ്റ്റബിൾസിനോട് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. പാറ്റകൾ എത്രയൊക്കെ മൂത്താലും ഷൂവേ ജയിക്കൂ. ആൻഡ് പാണ്ഡെയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് മിസ്സിംഗ് പോസ്റ്റർ സ്റ്റേഷനിൽ ഒട്ടിച്ചിട്ടുണ്ട്. കട്ട് ചെയ്താൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോയലായ കോൺസ്റ്റബിൾ അദ്ദേഹം പത്രം വായിക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ന്യൂസ് പാണ്ഡെയെ പറ്റിയാണ്. ഇൻസ്പെക്ടർ ആയിരുന്ന പാണ്ഡെയുടെ ഡിസപ്പിയറൻസിനെ തുടർന്ന് 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ വേറെ ആരുമില്ല, നമ്മുടെ പാണ്ഡെയെ കൊന്നു കളഞ്ഞ അവർ തന്നെയാണ്. ഇതേ സമയം ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഡോർ ആരോ നോക്ക് ചെയ്തു. പുറത്തിറങ്ങി നോക്കിയതും അവിടെ ഒരു പാഴ്സൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാഴ്സലിനുള്ള ഒരു CD ആയിരുന്നു. അതിലാവട്ടെ മോർ എവർഗ്രീൻ ഫിലിം സോങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് തെളിവുകൾ, പ്രേം ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളുടെ തെളിവുകളാവാം. ആവാതിരിക്കാം, കേസിനി മുന്നോട്ട് പോകണ്ടേ. സിനിമ എന്തായാലും ഇവിടെ കൊണ്ട് തീരുവാണ്. ഇത് റിയലി സംഭവിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൽ കാണിച്ച എല്ലാം എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും റിയൽ ഇൻസിഡന്റുകളായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു സ്റ്റോറി അതുപോലെ എടുത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ആൻഡ് ഇതിന്റെ റിയൽ കേസിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കുറേ നാൾ വിചാരണയൊക്കെ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ മതിയായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് അതിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. വിധി തീർത്തും ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. തെളിവുകളില്ലാത്തതിന്റെ പേരിൽ ഒരു സൈക്കോയെ, കൊച്ചുകുട്ടികളെ കൊന്നു വെട്ടിയരിഞ്ഞ് അവരുടെ ശരീരം തിന്നുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സൈക്കോയെ വിട്ടയക്കുക എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ ഡീറ്റെയിൽസ് തപ്പിപ്പോയപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എക്സാക്ട്ലി സംഭവിച്ചത് എന്നൊന്നും പറയുന്നില്ല. അവിടെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, മതിയായ തെളിവുകളില്ല, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതിന് മതിയായ തെളിവുകളില്ല. കോടതിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അവർക്ക് വിധി പറയാൻ പറ്റൂ.